നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. തിരൂരങ്ങാടി മണ്ഡലത്തിൽ പോസ്റ്റൽ വോട്ട് മാറി ചെയ്തതായി പരാതി. തിരൂരങ്ങാടി മണ്ഡലത്തിൽ പന്താരങ്ങാടി നിഷ്ഖാത്തുൽ ഉലൂം മദ്രസ പോളിംഗ് സ്റ്റേഷനിൽ നിന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. അന്ധനായ വ്യക്തി ചെയ്ത വോട്ടിന് മറ്റൊരു ബൂത്തിലെ ആളുടെ പേര് അടയാളപ്പെടുത്തിയതായാണ് പരാതി. ഇയാളുടെ വോട്ട് പോസ്റ്റൽ വോട്ടായി രേഖപ്പെടുത്തിയതിനാൽ വോട്ട് ചെയ്യാൻ സാധിക്കില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു. ഇതേ തുടർന്ന് പോളിംഗ് ബൂത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അൻപതാം ബൂത്തിലെ അന്ധനായ മുസ്തഫ പാണഞ്ചേരി എന്നയാളുടെ വോട്ടാണ് മറ്റൊരാളുടെ പേരിൽ രേഖപ്പെടുത്തിയത്. അന്ധനായതിനാൽ മുസ്തഫ പാണഞ്ചേരി വീട്ടിൽ വോട്ട് പദ്ധതി പ്രകാരമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പേര് രേഖപ്പെടുത്തുന്നതിന് പകരം 51-ാം ബൂത്തിലെ 154-ാം ക്രമനമ്പറിലെ മുസ്തഫ കുട്ടശ്ശേരി എന്നയാളുടെ പേരിലാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ മുസ്തഫ കുട്ടശ്ശേരി വോട്ട് ചെയ്യുവാനായി പന്താരങ്ങാടി നിഷ്ഖാത്തുൽ ഉലൂം മദ്രസ പോളിംഗ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇദ്ദേഹം പോസ്റ്റൽ വോട്ടായി വോട്ട് രേഖപ്പെടുത്തിയതായി റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞത്. അതിനാൽ തന്നെ ഇനി വോട്ട് രേഖപ്പെടുത്താനാകില്ലെന്നും അറിയിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയിൽ വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കാതെ വന്നതോടെയാണ് മുസ്തഫ കുട്ടശ്ശേരി പോളിംഗ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. രാവിലെ 7:30 തന്നെ ഇയാൾ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. ഒടുവിൽ 11:30 അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ സ്ഥലത്തെത്തി ചർച്ച നടത്തി ടെൻഡർ വോട്ട് അനുവദിക്കുകയായിരുന്നു. ഇതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത്. 2 മണിക്കൂറിലധികം നീണ്ട പോളിംഗ് ബൂത്തിനുള്ളിലെ പ്രതിഷേധത്തിനാണ് ഇതോടെ പരിഹാരമായത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.